ഒരു കാടിന്റെ നടുക്ക് ഒരു വെള്ളത്തിൽ ഒരു വള്ളത്തിൽ നിൽക്കുകയാണ്. പൊളിയല്ലേ അടിപൊളിയല്ലേ? ഇത് ആലപ്പുഴ ജില്ലയിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതാണ് ആലപ്പുഴയിലെ പച്ചക്കാട്. 100 ഏക്കറോളം വിസ്തൃതിയുള്ള പ്രകൃതി രമണീയമായ ജലാശയം. ഈ ജലാശയത്തിലൂടെ തോണിയിൽ സഞ്ചരിക്കുമ്പോൾ കാടിന് നടുവിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഫീലാണ്. നഗരജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് കുട്ടികളുമൊക്കെയായി ഒഴിവു ദിവസം യാത്രയ്ക്ക് തിരഞ്ഞെടുക്കാം പ്രകൃതി രമണീയമായ സ്ഥലം. ഈ പ്രദേശത്തിന്റെ പേര് പച്ചക്കാടെന്നാണ്. പച്ചക്കാടെന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അതായത് ഇതിവിടെ ഓപ്പൺ ആകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഇത് മാത്രം, ഈ ഒരു ചിറ മാത്രമേ ഉള്ളായിരുന്നു അല്ലേ? ചിറ. അപ്പൊ ആ ചിറയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ടൂറിസം പദ്ധതി ഇവിടെ തുടങ്ങിയിട്ടുള്ളത് അല്ലേ? അപ്പം തുടങ്ങിയിട്ട് ഇപ്പൊ 2 വർഷം ആയിട്ടുള്ളൂ. 20 മാസം കഴിഞ്ഞു. 20 മാസം കഴിഞ്ഞു. അപ്പൊ കുട്ടികൾക്കൊക്കെ പറ്റിയ കുറച്ച് റൈഡ് ഉണ്ട്, ഓപ്പൺ ജിം ഉണ്ട്. എൻട്രി ഫീസ് 50 രൂപയാണ്. 50 രൂപയാണ് വരുന്നത്. നമുക്ക് ഇതിനകത്ത് കയറി എന്തൊക്കെ കാര്യങ്ങളുണ്ട് കുട്ടികൾക്ക്? കുട്ടികളുടെ റൈഡ് ഒരു 10-15 റൈഡ് ഉണ്ട്. ഓ ശരി. മുതിർന്നവർക്കുള്ള ഓപ്പൺ ജിമ്മിലും 10-12 റൈഡ് ഉണ്ട്. റൈഡ് ഉണ്ട് അല്ലേ? പിന്നെ എല്ലാ ദിവസവും ഓപ്പൺ ആയിരിക്കുമോ? എല്ലാ ദിവസവും ഓപ്പൺ ആണ്. രാവിലെ 9 മണി തൊട്ട് രാത്രി 8 മണി വരെ ഓപ്പൺ ആണ്. 8 മണി വരെ ഓപ്പൺ ആണ്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഫാമിലിയാണ് കൂടുതലായിട്ട് വരുന്നത്. ഫാമിലിയാണ്, അവർക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇത് കൊല്ലം ആലപ്പുഴ ജില്ലകളുടെ ബോർഡർ എന്ന് വേണമെങ്കിൽ പറയും സ്ഥലം അല്ലേ? അതെ. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇതിന്റെ അപ്പുറത്ത് പത്തനംതിട്ടയാണ്. 3 ജില്ലകളുടെ അതിർത്തി പ്രദേശമാണ്. നമ്മുടെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ പറയുകയാണെങ്കിൽ താമരക്കുളം ആണിത്. പച്ചക്കാട് ആ ഒരു ക്ഷേത്രത്തിന്റെ അതുവഴി ഇങ്ങോട്ട് വരാം. അതെ, നെടിയാണിക്കൽ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് പച്ചക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇതൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരിക്കലും ചെയ്യുന്നതല്ല. ഞാൻ ഇതുവഴി വന്നപ്പോൾ കണ്ടിട്ടുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ആ സ്ഥലം നമ്മുടെ കൊല്ലം ആലപ്പുഴ ജില്ലകളുടെ ബോർഡറിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഉള്ളിലിട്ടുക. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വരുവാണെങ്കിൽ മാക്സിമം എൻജോയ് ചെയ്തിട്ട് പോവാം. ഇനിയിപ്പോൾ വൈകുന്നേരങ്ങളിലായിരിക്കും മിക്കവാറും തിരക്ക്. ഓപ്പൺ ജിം 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമായിട്ടുള്ളൊരു ഏരിയ ആണ്. ഒരു ട്രെയിനിൻ്റെ പരിപാടിയൊക്കെ കാണാം നിങ്ങൾക്ക് അപ്പുറത്ത്. ബോട്ടിംഗ് ആണ്, അതായത് കൊട്ടവഞ്ചി ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, പെഡൽ ബോട്ടുണ്ട്, അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതേ മസ്റ്റായിട്ട് നിങ്ങൾ ഇവിടെ വരുമ്പം എന്തായാലും ഇവിടുന്ന് ആൾക്കാരെ വരുമ്പോൾ തന്നെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടേ വിടത്തുള്ളൂ നിങ്ങളെ. അപ്പോൾ ബോട്ടിങ്ങിൻ്റെ പാസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഉള്ളിലേക്ക് കയറാം. പെഡൽ ബോട്ട്, കൊട്ടവഞ്ചി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ കോർത്തിണക്കാനായിട്ട് ആലോചിക്കുന്നുണ്ട്. ഇതിനകത്ത് മത്സ്യകൃഷിയുണ്ട്. ആ കൊള്ളാമല്ലോ. വരാൽ ഇവിടുന്ന് വിൽക്കുന്നുണ്ടല്ലേ? ഓക്കെ. നമ്മുടെ ഇത് പെഡൽ ബോട്ടാണ് കേട്ടോ. ഇത് 4 പേർക്ക് ഒരേ സമയം പോകാവുന്ന പെഡൽ ബോട്ടുണ്ട്. നിങ്ങൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് പെഡൽ ബോട്ട്, കൊട്ടവഞ്ചി, കയാക്ക്, അതൊക്കെ മോട്ടോർ ബോട്ട് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കൂടെ ഒരാൾ എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇവിടുന്ന് നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു ഹട്ട് പോലെ ഉണ്ട്. അവിടെ നിന്നാൽ നിങ്ങൾ ചുറ്റും ഒരു വനത്തിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും. നിങ്ങൾക്ക് ശരിക്കും ഈ ബോട്ടിങ് പോവുകയാണെങ്കിൽ നമ്മളിതേ അവിടെ നിന്നാണ് വരുന്നത്. അവിടുന്ന് നമ്മളിങ്ങനെ കറങ്ങിയതേ ബോട്ടിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോഴുണ്ടല്ലോ, അവിടെ നിന്ന് നോക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ കാടിന്റെ നടുക്ക് ഇങ്ങനെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. കൊള്ളാം എന്തായാലും. നോക്കിയേ, ഇപ്പൊ തന്നെ അത് കാടായിട്ട് തോന്നില്ല നിങ്ങൾക്ക്? നോക്കിയേ, കാടിന്റെ ചുറ്റും ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കറങ്ങി വന്നതിന് ശേഷം ഈ ഒരു സ്ഥലത്ത് കുറച്ചധികം നേരം നിൽക്കാം. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരെ എങ്ങനെയാണ് കൊണ്ടുപോകാറുള്ളത്? അപ്പോൾ ഇവിടെ മറ്റേ കൂട് കൃഷിയൊക്കെ ഉണ്ടോ? കൊള്ളാം, അടിപൊളി. നിങ്ങൾക്ക് ഒരു ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം, അല്ലെ ഇവിടെ വന്ന് നേരത്തെ പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിൽ ഇവിടെ വന്നിട്ട് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, മനോഹരമാണ്. കാർപ്പ് മത്സ്യങ്ങളാണ് കേട്ടോ. കാർപ്പ് മത്സ്യങ്ങൾ, വളർത്തു മത്സ്യങ്ങൾ കിടപ്പുണ്ടല്ലേ? നെറ്റ് അടിച്ചിട്ടിരിക്കുകയാണ്. വളർത്തു മത്സ്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിറയെ മനോഹരമായിട്ടുള്ള ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. അതെ. പച്ചക്കാടെന്നാണ്. അതാ ഗ്രീൻ ഫോറസ്റ്റ്, പച്ചക്കാട് ഫാർമേഴ്സ് ക്ലബ്ബ്, പച്ചക്കാട് ഫാർമേഴ്സ് ക്ലബ്ബ്, ഗ്രീൻ ഫോറസ്റ്റ്. പച്ചക്കാട് എന്നായിരുന്നു ഈ സ്ഥലം അറിയപ്പെടുന്നത്. അത് ഇംഗ്ലീഷ് പറയുമ്പോൾ ഗ്രീൻ ഫോറസ്റ്റ്. ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. കാരണം എന്നെ വിളിച്ചിട്ട് കുറേ അധികം ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സനി കുട്ടികളൊക്കെ ആയിട്ടൊന്ന് കറങ്ങാൻ പറ്റിയ സ്ഥലം ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ദിവസം ഒന്ന് കറങ്ങാൻ പറ്റിയ സ്ഥലം ഇവിടെ ഒന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ ബോർഡർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ആലപ്പുഴ കൊല്ലം ജില്ലയുടെ ബോർഡറാണ്. താമരക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ട് തൊട്ടടുത്ത്, നെടിയാണിക്കൽ ക്ഷേത്രം. 1 കിലോമീറ്റർ കിഴക്കോട്ട് വരുമ്പം ഈ ഒരു ഗ്രീൻ ഫോറസ്റ്റിൽ, വയ്യാങ്കര ഗ്രീൻ ഫോറസ്റ്റിൽ നിങ്ങൾക്ക് എത്താം.